സ്പെയിൻ്റെ മിഡ് ബാക്ക് പ്ലെയർ മൈക്കൽ മെറിനോ എക്സ്ട്രാ ടൈമിൽ പോർച്ചുഗലിൻ്റെ പോസ്റ്റിലേക്ക് ഗോളടിച്ചപ്പോൾ സ്പെയിൻ ആരാധകർ ആവേശത്തിമർപ്പിലായി. ലോകകപ്പിൽ ഇതുവരെ ഒരു ഗോൾ പോലും വഴങ്ങാതെയാണ് സ്പെയിനിൻ്റെ മുന്നേറ്റം. സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഉൾപ്പെടുന്ന പോർച്ചുഗലിനെ പരാജയപ്പെടുത്തിയതോടെ ഫൈനലിലേക്ക് കടക്കുമെന്ന പ്രതീക്ഷയിലാണ് സ്പെയിൻ ആരാധകർ. ഫുട്ബോൾ ക്ലബ്ബായ കാസർഗോഡ് അതിയാമ്പൂർ പാർക്കോ ക്ലബ്ബിൽ നിന്നും അനൂപ് നീലേശ്വരൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സ്പെയിനും പോർച്ചുഗലും തമ്മിലുള്ള വാശിയേറിയ ഒരു പോരാട്ടമാണ് ഇവിടെ കാണാൻ സാധിച്ചത്. കളിയുടെ ആരംഭം മുതൽ തന്നെ സ്പെയിൻ പോർച്ചുഗലിൻ്റെ ഗോൾമുഖത്തേക്ക് പലതവണ ശ്രമങ്ങൾ നടത്തിയെങ്കിലും പൂർണ്ണ സമയം കഴിഞ്ഞ് 90 മിനിറ്റ് കഴിഞ്ഞ് എക്സ്ട്രാ ടൈമിൽ ആദ്യ മിനിറ്റിനകം തന്നെ ഗോളടിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. സ്പെയിനിൻ്റെ ആരാധകർ അതുപോലെ തന്നെ പോർച്ചുഗലിൻ്റെ ആരാധകരും ഇവിടെ നമുക്കൊപ്പം ഉണ്ട്. പാർക്കോ ക്ലബ്ബിലെ കളിക്കാരും ആരാധകരും ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? നല്ല മത്സരമായിരുന്നു. നമുക്ക് മടുപ്പ് വരില്ല കളി. ആക്രമണം കുറവായിരുന്നു. അല്ലെങ്കിൽ സ്പെയിൻ കൂടുതൽ ആക്രമിച്ചുകൊണ്ട് കളിക്കായിരുന്നു. സ്പെയിനിൻ്റെ ആക്രമണം കുറവായിരുന്നു, പോർച്ചുഗലിൻ്റെ ആക്രമണം കുറവായിരുന്നു. പക്ഷേ എന്നാലും ഗോൾ ഫിനിഷിങ് അവസരം കിട്ടിയിട്ടുണ്ട്. അതിൽ എല്ലാ ഗോൾ ഫിനിഷിങ് പറ്റിയില്ല. സ്പെയിൻ്റെ അവസരം 90 മിനിറ്റ് കഴിഞ്ഞ് പ്രതീക്ഷയുണ്ടായിരുന്നു, സ്പെയിൻ ജയിക്കുന്നതിൽ പ്രതീക്ഷയുണ്ടായിരുന്നു. ആ 90 മിനിറ്റ് കിട്ടിയ അവസരം അത് ഫിനിഷ് ചെയ്തു. പക്ഷേ കളിയുടെ ആരംഭം മുതൽ ഒരു ആക്രമണോത്സവം ഉണ്ടായി. ആക്രമണം കുറവായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ച ആക്രമണം ഉണ്ടായില്ല സ്പെയിൻ ഇത്ര ആക്രമണമല്ല, ഇതിനേക്കാൾ കൂടുതൽ ആക്രമിക്കലുണ്ട്. ആക്രമണം കുറവായിരുന്നു ഇപ്രാവശ്യം. എന്നാലും കളി പ്രതീക്ഷത്ര മുന്നോട്ട് പോയിനി. നമ്മൾ വിചാരിച്ചതുപോലെ സംഭവിച്ചു. എന്തായാലും ഇതുവരെ ഒരു ഗോൾ പോലും വഴങ്ങാതെയാണ് സ്പെയിൻ അതിൻ്റെ മുന്നേറ്റം തുടരുന്നത്. ഇതുവരെ കളിച്ച മത്സരങ്ങളിൽ കഴിഞ്ഞ മത്സരത്തിൽ ആസ്ട്രിയയെ 3 ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. തുടർന്ന് ഇന്ന് നടന്ന ഈ വാശിയേറിയ മത്സരത്തിൽ പോർച്ചുഗലിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. നമുക്കിപ്പോൾ സ്പെയിനിൻ്റെ ഒരു കടുത്ത ആരാധകൻ നമുക്കൊപ്പമുണ്ട്. എങ്ങനെ വിലയിരുത്തുന്നു? നമ്മൾ ജയിക്കുന്ന നമുക്ക് ഉറപ്പായിട്ട് അറിയാവുന്നതല്ല. അതിൽ വേറെ ഒന്നും പറയാനൊന്നുമില്ല. നമ്മൾ ഇതുവരെ ഒരു ഗോൾ കൺസിഡർ ചെയ്തിട്ടില്ല. നമ്മൾ 35 കളിയായി ഇതുവരെ തോക്കാണ്ട് വന്ന് വേൾഡ് കപ്പിൽ കളിക്കുന്ന ഒരു കളിയാണ്. 48-9 കളി തോക്കാണ്ട് കഴിഞ്ഞാൽ മൊറോക്കയും നമ്മളും മാത്രമല്ല ഇങ്ങനെ കൺസിഡർ ചെയ്തിട്ട് ഫോം നിലനിർത്തുന്ന ഒരു ടീമായിട്ടുള്ളത്. ബാക്കി ആൾക്കാരെന്നെല്ലാം പറഞ്ഞാൽ ഒരു കളി കളിക്കും, അടുത്ത കളി ചിലപ്പോൾ ഫോമില്ലാണ്ടായിരിക്കും. നമുക്ക് കൺസിസ്റ്റൻസി ആയിട്ട് നമ്മൾ കളിക്കുന്ന ടീം ഒന്ന് സ്പെയിൻ ഒന്ന് മൊറോക്കയാണ് ഞാൻ ഈ വേൾഡ് കപ്പിൽ കാണുന്നത്. ഇനിയിപ്പോൾ നമ്മളെന്തായാലും ഫൈനലുണ്ടാവും, ഇത്രേ പറയാനുള്ളൂ. ഇപ്രാവശ്യവും വേൾഡ് കപ്പ് അർജൻറ്റീന തൂക്കുമെന്ന് നമുക്ക് വിശ്വാസമുണ്ട്. മെസ്സിയുടെ ഒരു മാജിക്ക് നാളെ മുതൽ കാണാൻ പറ്റും. ഇന്നത്തെ കളിയിൽ രണ്ടും ടൈറ്റ് മാച്ചായിരുന്നു. സ്പെയിനും പോർച്ചുഗലും ടൈറ്റ് മാച്ചായിരുന്നു. സ്പെയിൻ ജയിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. അതങ്ങനെ തന്നെ ലാസ്റ്റ് നിമിഷം സ്പെയിൻ ഗോളടിച്ചു, സ്പെയിൻ ജയിക്കുകയും ചെയ്തു. കളിനെ കുറിച്ചിട്ട് നല്ല കളി കളിച്ചു. രണ്ട് ടീം നല്ല മാച്ചായിരുന്നു, ടൈറ്റ് മാച്ചാണ്. പിന്നെ സ്പെയിൻ ജയിച്ചുകൊണ്ട് നല്ല സന്തോഷം. സ്പെയിനിന് കൂടുതൽ ആരാധകരുള്ള ഒരു സ്ഥലമാണ് കാഞ്ഞങ്ങാട് അതിയാമ്പൂർ പ്രദേശം, പ്രത്യേകിച്ച് പാർക്കോ ക്ലബ്ബ് കേന്ദ്രീകരിച്ച്. കാസർഗോഡ് കാഞ്ഞങ്ങാട് നിന്നും ക്യാമറമാൻ സതീഷ് ഉദുമയ്ക്കൊപ്പം അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്.